വചനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ വചനത്തെക്കുറിച്ചാണ് കേട്ടത്. ടുഡേ I thought we'll wind up with the word of God. വചനത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, വചനം ജീവനാണ്. There is life in the word. വചനം വെളിച്ചമാണ്, വചനം ആത്മാവാണ്, വചനം വഴിയാണ്, വചനം സത്യമാണ്. Praise the Lord. ദൈവം യേശു ഞാൻ വഴിയും സത്യവും ജീവനും വെളിച്ചവുമാണെന്ന് പറയുമ്പോൾ it is the word that becomes the life and word and the truth and the life. Hallelujah. വചനമാണ് അതിൻ്റെ ശക്തി. അതിനകത്ത് വചനത്തിലാണ് ആ ശക്തി കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിന് 2 മാനങ്ങളുണ്ട്. One, you need to believe in the person of God, Jesus and his word. ഇത് രണ്ടും കൂടി വിശ്വസിക്കുമ്പോഴേ നിങ്ങളുടെ വിശ്വാസം ആകുള്ളൂ. അതുകൊണ്ട് ഈ വചനത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മേനെ നമ്മൾ ആദ്യം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? her life was Christ centered. യേശു കേന്ദ്രീകൃതമായിരുന്നു അവളുടെ ജീവിതം. she was Christocentric എന്നാണ് അവനാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ദൈവം ക്രിസ്തു കേന്ദ്രീകൃതമാണ് ജീവിതം. രണ്ടാമത് ക്രിസ്തുവിനെ വഹിച്ചിരുന്നവളാണ് അവൾ. അതാണ് ക്രിസ്തുവിനെ എങ്ങനെയാ വഹിക്കുക? അവിടുത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ നമ്മൾ വഹിക്കുന്നവരായി മാറുക. പ്രൈസ് ദ ലോർഡ്. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് നീ ക്രിസ്ത്യാനിയായി മാറുക. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് നിനക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ വെറുതെ ഇതിലേ നടന്നുകൊണ്ട് എന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് സൗകര്യമുള്ള ചെയ്തുകൊണ്ട് നടന്നിട്ട് വാഗ്ദാനം കിട്ടുമെന്ന് വിചാരിച്ച് നടക്കരുത്. ഇസ്രായേലിലെ അനേകം കന്യകമാർ എൻ്റെ കുടുംബത്തിൽ രക്ഷകൻ പിറക്കുന്നു വിചാരിച്ചു, എൻ്റെ ഉദരത്തിൽ രക്ഷകൻ പിറക്കുന്നു വിചാരിച്ചിരുന്നു. വലിയ വിശ്വാസത്തോടെ കാത്തിരുന്നവരുണ്ട്. പക്ഷേ അവരാരും ദൈവത്തിനും ദൈവഹിതത്തിനും അനുസരിച്ച് ജീവിച്ചിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടൊരു വാഗ്ദാനം നൽകപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ടോ ഒരു വാഗ്ദാനം അറിഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പ്രത്യുത ആ വാഗ്ദാനം സ്വന്തമാക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, വചനത്തിൻ്റെ അകത്ത് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ ആ വചനം വിശ്വസിക്കുന്നതിൻ്റെ ജീവിതത്തിൽ ആ വചനം അത് നിറവേറ്റും. കാരണം വചനം വിത്താണ്. ഓരോ വിത്തിൻ്റെ അകത്തും ഒരു വൃക്ഷവും അതിലുണ്ടാകുന്ന ഫലങ്ങളും ആ വിത്തിൽ തന്നെ അടങ്ങിയിരിപ്പുണ്ട്. എല്ലാ വിത്തിൻ്റെ അകത്തും ഒരു വൃക്ഷമുണ്ട്, അതിലുണ്ടാകേണ്ട അനേകം ഫലങ്ങളുണ്ട്. എന്നാൽ ആ വിത്ത് ശരിയായ ഒരു സ്ഥലത്ത് നടുമ്പോഴാണ് അത് പൊട്ടി മുളയ്ക്കുകയും അതിൽ നിന്ന് ആ വൃക്ഷം പുറത്തു വരികയും അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇതുപോലെ വചനത്തിൻ്റെ അകത്ത് ഒത്തിരി വാഗ്ദാനങ്ങളുണ്ട്, അതിനകത്ത് ജീവനുണ്ട്. ഈ വചനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ എങ്ങനെയാണ് പറയുക? 55-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, 10-ാമത്തെ വചനം, മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയമായി പ്രദാനം ചെയ്യും. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. എല്ലാ വചനത്തിൻ്റെ അകത്തും ആ വാഗ്ദാനം നിറവേറ്റാനുള്ള ശക്തിയും സ്രോതസ്സുമുണ്ട്. അത് നമ്മുടെ ഹൃദയമാകുന്ന വയലിൽ വിതച്ച് ആ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പൊട്ടിമുളയ്ക്കും. ആ സമയമാകുമ്പോൾ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം നമ്മൾ. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ആ വചനത്തിൽ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റാനുള്ള ശക്തിയുണ്ട്. അതാണ് വചനത്തിൻ്റെ ശക്തി എന്നത്. ഇങ്ങനെ ഓരോ വാഗ്ദാനങ്ങളും നമ്മൾ വിശ്വാസപൂർവ്വം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൻ്റെ അകത്ത് ശക്തിയുണ്ട്. വചനം അനുസരിച്ച് ജീവിക്കണം. അപ്പോൾ ഈ കൃപയിൽ ജീവിക്കുക, അതാണ് വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, സാറായിക്കും അബ്രാഹത്തിനും ഒരു വചനം വന്നു, സക്കറിയായ്ക്ക് ഇതേപോലൊരു വചനം വന്നു, മറിയത്തിനും വചനം വന്നു. എല്ലാവർക്കും കിട്ടിയ വചനം, വാഗ്ദാനം ഒന്ന് തന്നെ. എന്താ വാഗ്ദാനം? നിങ്ങൾക്കൊരു പുത്രൻ ജനിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പക്ഷെ ഒരുവൾ മാത്രം അതതിൻ്റെ പരിപൂർണതയിൽ സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളവളായിരുന്നു, കൃപ നിറഞ്ഞവളായിരുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവൾ എന്ന് പറയുന്നത്? അവളുടെ ജീവിതം ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നവളായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൾ ദൈവകൃപ നിറഞ്ഞിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ മേഖലകളിൽ, മാനസിക ബുദ്ധി ഇന്റലക്ച്വൽ മേഖലകളിൽ, നിങ്ങളുടെ ശരീരത്തിൻ്റെ മേഖലകളിൽ, നിങ്ങളുടെ ദാമ്പത്യത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, മക്കളുടെ കാര്യങ്ങളിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ എന്തെങ്കിലും കുറവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, അത് ദൈവകൃപയുടെ അഭാവമാണ്, ദൈവശക്തിയുടെ അഭാവമാണ്. ആ ദൈവകൃപയുടെ അഭാവം കൊണ്ടാണ് there is problems in your life. ഈ കൃപ സ്വന്തമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കണം. ഇങ്ങനെ സമർപ്പിക്കുകയും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് നിങ്ങൾ യോഗ്യതയുള്ളവരായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ വെറുതെ യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നടന്നുകൊണ്ടോ, പള്ളി മുഖാന്തരം അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി നടന്നുകൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഈ വാഗ്ദാനം കിട്ടില്ല. അതുകൊണ്ട് മത്തായി 7:21 പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർക്കല്ല, പ്രത്യുത എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യം, യേശു കൊണ്ടുവന്ന ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് ദൈവരാജ്യം. കാരണം ഈ വേദപുസ്തകത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒറ്റ ബ്ലെസ്സിങ്ങിൻ്റെ അകത്തുണ്ട്. മത്തായി 6:33. എന്താണ് ആ വാഗ്ദാനം? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. In other words, when your life you submit to Jesus. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? യേശുവിലാണ് ദൈവരാജ്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. Once you are united with Christ, all the promises in this book is yours. അതിൻ്റെലേക്ക് വന്നിരിക്കും. ഇന്ന് ഈ വേദപുസ്തകത്തിലെ പ്രോമിസ് നീയുമായിട്ടുള്ള അന്തരം, you may know the promises, പക്ഷെ നിനക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം എന്താണ്? The distance between you and the promise is distance between you and Jesus. നീയും യേശു തമ്മിലുള്ള അന്തരമാണ് ഈ വേദപുസ്തകത്തിലെ വാഗ്ദാനങ്ങൾ നിന്റെ ജീവിതം തമ്മിലുള്ള അന്തരം എന്ന് തിരിച്ചറിയുക. You may be a prayerful man, you may be a singer, you may be a worship leader, you may be a preacher, but doesn't matter. നീയും യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്? നിങ്ങൾ എല്ലാ വ്യാഴാഴ്ച ഇവിടെ വരുന്നവരായിരിക്കാം, നിങ്ങൾ വളരെ നല്ല മനുഷ്യനായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷെ ഇതൊന്നും ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വന്തമാക്കാനോട്ടുള്ള മാനദണ്ഡങ്ങളല്ല. ഹല്ലേലൂയ. നിന്റെ ഓഫീസിലെ ഏറ്റവും നല്ല മനുഷ്യൻ നീ ആയിരിക്കും, നിന്റെ കുടുംബത്തിലെ ഏറ്റവും സൽസ്വഭാവി നീ ആയിരിക്കും, നിന്റെ ഇടവകയിലും സമൂഹത്തിലും അയൽപക്കത്തിലും എല്ലാവരും നിന്നെ ആയിരിക്കും വളരെയധികം പ്രശസ്തിക്കപ്പെടുന്നത്. കാരണം നിന്റെ സ്വഭാവം, നിന്റെ പ്രവൃത്തികളൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ അതൊന്നും ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വന്തമാക്കാനായിട്ട് അർഹതയുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദോ നിൽക്കുന്ന ഒരു സ്ത്രീകളിൽ ധന്യ എന്ന് പറയുന്നു. ഇവളെ കുറിച്ച് പറയുകയാണ്, യേശുവിനോട് പറയുന്നത്, നിന്നെ പ്രസവിച്ച ഉദരങ്ങളും നിന്നെ പാലൂട്ടിയ സ്തനങ്ങളും ഭാഗ്യമുള്ളവ. അപ്പൊ യേശു ഒരു കാര്യം പറഞ്ഞു, അതിനേക്കാൾ ഭാഗ്യമുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? എന്താണോ അതിനേക്കാൾ ഭാഗ്യമുള്ളത്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നവർ അതിനേക്കാൾ ഭാഗ്യമുള്ളവർ. പ്രൈസ് ദി ലോർഡ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഹൗ മേരി ബിക്കേം ദ ബ്ലെസ്സഡ്. എങ്ങനെയാണ് അവളുടെ ഉദരത്തിൽ അവൻ വരികയും അവളുടെ സ്തനങ്ങളിൽ അവൻ പാല് കഴിക്കുകയും കഴിഞ്ഞ കാരണം എന്താണ്? ബിക്കോസ് ഷീ ഡിഡ് ദ വിൽ ഓഫ് ദി ഫാദർ. പിടികിട്ടിയ? അപ്പോൾ ആ വചനം തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് കിട്ടും. നിന്നെ വഹിച്ച ഉദരങ്ങളും നിന്നെ പാലൂട്ടിയ സ്തനങ്ങളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അതിനേക്കാൾ ഭാഗ്യമുള്ളൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ആ ഭാഗ്യം എങ്ങനെ നിനക്കും കിട്ടും? എങ്ങനെ കിട്ടും?
നീ ദൈവത്തിന്റെ ഹിതവും അവിടുത്തെ ഇഷ്ടവും നിറവേറ്റിയ, അതാണ് അവൾക്ക് ആ ഭാഗ്യം ലഭിച്ചതിന്റെ കാരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മയും സഹോദരന്മാര് നിന്നെ കാത്തു നിൽക്കുന്നു. അപ്പോൾ ഉടനെ വീണ്ടും പറയാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? ദൈവത്തിൻ്റെ കൽപ്പന നിറവേറ്റുക, അന്വേഷിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. പ്രൈസ് ദി ലോർഡ്. വേറൊരർത്ഥത്തിൽ പറയുന്നത് എന്താണ്? ഈ കന്യക എങ്ങനെ ദൈവമാതാവായി മാറി? ഈ കന്യക എങ്ങനെ പുത്രന്റെ അമ്മയായി മാറി? ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ അവൾ തയ്യാറായി. ജനനം മുതൽ കാൽവരി മലയിൽ തന്റെ പുത്രനെ ബലിയർപ്പിക്കുമ്പോഴും അവസാനം മരണം വരെയും അവളുടെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ദൈവഹിതം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് വചനം എന്ന് പറയുന്നത്. വചനം മാംസം ധരിപ്പിച്ചവളാണ് അവള്. അപ്പൊ ഇതാണ് വചനം നമ്മൾ സ്വന്തമാക്കാനായിട്ടുള്ള വഴി. അതിനാദ്യം വചനം നിങ്ങൾ കേൾക്കണം, പ്രോമിസ് നിങ്ങൾ കേൾക്കണം. അതിനാണ് വചനം കേൾക്കണം നമ്മൾ പറയണത്. ആ കേൾക്കുന്ന വചനത്തെ നിന്റെ ഹൃദയത്തിൽ നീ നിക്ഷേപിക്കണം. എങ്ങനെയാണ് ദൈവവാഗ്ദാനം ലഭിക്കുക? ഒന്ന്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. വഴി കൂടി നടക്കുന്നതിനും സിനിമാ തിയേറ്ററിൽ നടക്കുന്നതിനും ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നതിനൊന്നും ഈ പ്രോമിസ് കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദിസ് ഈസ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഇത് ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ് ഈ വാഗ്ദാനങ്ങള്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞത്, നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. പിന്നെ ഇതൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരാരാ? ഇതിനെല്ലാം വരെ അധ്വാനിക്കുന്ന ആൾക്കാരാരാ? ഇതിനെല്ലാം വ്യഗ്രതച്ച് നടക്കുന്ന ആൾക്കാരാരാ? വിജാതീയരാണ്. വിജാതീയരാണ്. നിങ്ങൾക്കിതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി നിങ്ങൾക്ക് ഇതെല്ലാം പ്രൊവിഷൻ ആയതിനാൽ നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എന്താണ് രാജ്യം? യേശു ക്രിസ്തുവാണ് രാജ്യം. ക്രിസ്തുവിന് നിന്റെ ജീവിതം സമർപ്പിക്കണം. ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം നിന്റെ ലൈഫ്. വെറുതെ പള്ളിയിൽ പോയതുകൊണ്ടോ വ്യാഴാഴ്ച കൈപൊക്കിയതുകൊണ്ടോ നിന്റെ ലൈഫിൽ കൃപ വരില്ല. You need to reorganize. You need to restructure your life and lifestyle. അത് മാറ്റപ്പെടണം. അത് ക്രിസ്തുവിനെ ചേർന്നത് മാത്രമായി മാറണം. Then you receive the promises of God. രണ്ടാമത് അവിടുത്തെ നീതി, അതാണ് വചനം. ദൈവനീതി എന്ന് പറഞ്ഞ വചനമാണ്. അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും നിന്നിൽ പ്രാവർത്തികമാകണം. അതിനാണ് നീ വ്യാഴാഴ്ച ഇവിടെ വരുന്നത്. Write down the word of God. ഇന്ന് എന്നോട് കർത്താവ് സംസാരിച്ച കാര്യങ്ങൾ എഴുതി വെക്കണം. അത് വീട്ടിൽ കൊണ്ടുപോയി ഇരുന്നിട്ട് അതിനെ വീണ്ടും എടുത്ത് വായിക്കണം. അതിനെ മനസ്സിൽ കൊണ്ടുവരണം. അതനുസരിച്ച് എവിടേക്കാണ് ജീവിതം മാറ്റേണ്ടതെന്ന് തീരുമാനിക്കണം. അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ കേട്ട വചനം പെറുക്കാൻ ഒരുത്തൻ ഇവിടെ ഉണ്ട്. ആരാത്? അതാണ് സാത്താൻ. വെറും കയ്യോടെ വരുന്നവർ, കാണാൻ വരുന്നവർ. നമ്മൾ കുർബാന കാണാൻ പോകുക, കേൾക്കാൻ പോകുന്നവർ ഒക്കെ കുറേ പേരുണ്ട്. ഇത് തന്നെ കുർബാനയിൽ നമുക്ക് സംഭവിക്കണത്. ശത്രു നമ്മളെ വചനം നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശത്രു സമ്മതിക്കില്ല. അതുകൊണ്ടാണ് വചനത്തെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ ലൂക്കാ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിതക്കാരന്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ വാഗ്ദാനം നമ്മൾ സ്വന്തമാക്കേണ്ടത്? ഒന്ന്, നിങ്ങൾ ദൈവത്തിന്റെ ദൈവഹിതത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണം. രണ്ട്, അതനുസരിച്ച് ക്രമപ്പെടുത്തിയിട്ട് ആ വാഗ്ദാനം, നിങ്ങൾക്കുള്ള വാഗ്ദാനം നിങ്ങൾ വിശ്വാസപൂർവ്വം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ നിക്ഷേപിക്കണം. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പതിക്കണം. ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ വന്ന് നിറയണം. അധരത്തിലുണ്ടായാൽ പോരാ, വചനം ആത്മാവിൽ വരണം. അതിന് വചനത്തെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? There are two types of word എന്ന് പറയും. One is logos, the other one is rhema. Logos is the written word. Rhema is the revealed word. അപ്പൊ നിന്റെ ഉള്ളില് എഴുതപ്പെട്ട വചനം നിങ്ങൾക്ക് പലർക്കും അറിയാം. കാരണം നമ്മൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനെല്ലാം പോയിട്ട് നമുക്ക് വചനം കുറച്ച് അറിവൊക്കെ ഉണ്ട്, കുറച്ചെങ്കിലൊക്കെ അറിവുണ്ട്. പക്ഷേ അത് നിന്റെ ആത്മാവിൽ നിറയണം. ആത്മാവിൽ അത് നിക്ഷേപിച്ച്
അത് റേമായായി മാറണം. റേമ എന്ന് പറഞ്ഞാൽ വെളിപാട്, നിനക്ക് ബോധ്യങ്ങളായിട്ട് മാറണം. അത് പരിപൂർണമായിട്ട് മാംസം ധരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു വിശ്വാസത്തിലേക്ക് വരുന്നൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് ആ വചനത്തെ നീ കൊണ്ടുവരണം. ഇതിനെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും. ലൂക്കാസ് സുവിശേഷം 1:45 നമ്മൾ വായിക്കുന്നുണ്ട്. മാതാവിന് കുറെ വെളിപ്പെടുത്തലുകളൊക്കെ കിട്ടി. യേശു ജനിച്ച പുത്രൻ ജനിക്കാൻ പോകുമ്പോൾ തന്നെ കുറെ വെളിപാടുകൾ കിട്ടി. അവൻ ഇന്നതായിരിക്കും, അവൻ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വെളിപാട് കിട്ടി. അതിനുശേഷം ജനിച്ചു കഴിഞ്ഞപ്പോൾ മലാഖമാർ വന്ന് ഇടയന്മാരോട് കുറെ വിശേഷങ്ങൾ പറഞ്ഞു. ആ ഇടയന്മാരിൽ ഇതെല്ലാം വന്ന് മാതാവിനോട് വിളിച്ചു പറഞ്ഞു. മാതാവിന് ഇതൊന്നും വലിയ പിടികിട്ടിയില്ല. ഇവന് വലിയ ആളാവും, അവരെ മറിച്ചിടും, ഇവനിലൂടെ വലിയ ആൾ രക്ഷപ്പെടും, ഇതൊക്കെ കുറെ വാഗ്ദാനങ്ങൾ. ഇപ്പം മറിയം, ലൂക്ക 2:19 നമ്മൾ വായിക്കുകയാണ്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങള് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തു ചെയ്യണം? അത് നിന്റെ ഹൃദയത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം. ഇംഗ്ലീഷ് വേർഷൻ എങ്ങനെയാണ്? ആസ് ഫോർ മേരി she treasured all these messages and continually pondered over them. അപ്പോ ഈ വാഗ്ദാനങ്ങളെ നിധി പോലെ അവൾ കണ്ടു, അവളത് വിശ്വസിച്ചു, അത് അവൾ ഹൃദയത്തിൽ കൊണ്ട് നിക്ഷേപിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ച് അതിനെ നീ സ്വന്തമാക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് അത് റീമ ആയിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എഴുതപ്പെട്ട വചനം വെളിപ്പെടുത്തപ്പെട്ട കൺവിക്ഷനായി നിന്റെ ജീവിതത്തിൽ വരണം. അങ്ങനെ നിന്റെ ഹൃദയത്തിൽ വചനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓരോ ദിവസവും ഓരോ പ്രോമിസസ് കിട്ടുമ്പോൾ, ഓരോ പ്രാവശ്യം ബൈബിൾ വായിക്കുമ്പോഴും ഇതേപോലെ ചില വാഗ്ദാനങ്ങൾ നിന്റെ മേളിൽ വന്ന് വീഴും. ചിലത് നിന്റെ ജീവിതത്തിന് ഇന്ന് ആവശ്യമുള്ളതായിരിക്കും, ചിലത് ചിലപ്പോൾ ആവശ്യമുണ്ടായിരിക്കും, പക്ഷെ നിനക്കറിയാം ഇത് വേണ്ടി വരും എന്നറിയാം. ഇങ്ങനത്തെ വചനങ്ങൾ നീ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കണം, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അതിനെ ഏറ്റുപറഞ്ഞ് ധ്യാനിച്ച് അതിനെ നീ മാംസം ധരിപ്പിക്കണം. അങ്ങനെ ആ വചനം നിന്റെ ഉള്ളിൽ വന്ന് കിടക്കും. അങ്ങനെ കിടക്കുന്ന വചനം നിന്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നിനക്കതെടുത്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കൊരു രോഗം വന്നു കഴിയുമ്പോൾ വചനം തപ്പാൻ പോയാൽ ചിലപ്പോൾ കിട്ടില്ല. രോഗം വരുമ്പോൾ ആദ്യം നിനക്ക് അറിയണം ഏത് വചന. രോഗം വരുമ്പോൾ ആദ്യം അറിയേണ്ടത്, രോഗം വരുമ്പോൾ ഏത് വചനം അറിയാ? തട്ടിപ്പോവും. ആണാ? ഏത് വചനം അറിയേണ്ടത്? അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോബ്ലം. വചനങ്ങൾ വരുമ്പോൾ ഇനിയെങ്കിലും പറഞ്ഞ് എനിക്ക് നാണം കെട്ടു, അതുകൊണ്ട് എന്നാലും സാരമില്ല, പറയാണ്ടിരിക്കാൻ ഗതിയില്ല. നിങ്ങൾ വെറും കൈയോടെ വരരുത്, ഇവിടെ വിഡ്ഢികളാകരുത്, എന്തോ കടമ തീർക്കാൻ വേണ്ടി വരരുത്. ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ ചില വഴികളുണ്ട്. ആ വഴികളിൽ കൂടെ മാത്രമേ നിങ്ങൾക്കത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സങ്കീർത്തന പുസ്തകം, ചില ആൾക്കാരുണ്ട് ബ്രദറെ, ആകപ്പാടെ സാമ്പത്തിക ഞെരുക്കം, നാട്ടുകാരും വീട്ടുകാരെല്ലാം കൊങ്ങയ്ക്ക് പിടിക്കുക. എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ? ഞാൻ പറയും, ഒരു ധ്യാനം കൂടണം, വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. അതല്ല, അതെ പറഞ്ഞെന്താ അറിയോ? മനസ്സിലായില്ല ബ്രദറിന് കാര്യം പിടികിട്ടിട്ട്. എന്ത് പിടികിട്ട? ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്താ വഴിയെന്ന് അതാ ഞാൻ പറഞ്ഞു കൊടുത്തത്. കുറച്ച് കാസറ്റ് ഒരു ധ്യാനം കൂടിയൊക്കെ. അല്ല, അതിനൊന്നും സമയമില്ല. അതിന് സമയമില്ല. പിന്നെ എന്ത് ചെയ്യും? നിനക്ക് കുറെ പൈസ കൊടുത്താൽ എന്ത് ചെയ്യും? അതും കൂടി മുടിപ്പിക്കും. കാരണം നീ കൃപയില്ലാതെ ജീവിക്കുന്നവനാ. നിന്റെ ജീവിതത്തിൽ കൃപയില്ല. നിന്റെ കൃപയെല്ലാം സാത്താൻ പണ്ടേ തട്ടിക്കൊണ്ടുപോയി. ഇനി എന്ത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നുണ്ടോ അത് മുഴുവൻ അവനുള്ളതാ. കൂടുതൽ കടമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം നീ കൃപ സമ്പാദിക്കണം. സങ്കീർത്തന പുസ്തകം 16-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം. സോറി 16:11. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ജീവന്റെ മാർഗം കെട്ടണം. You should know the principles of life.
അതറിയാത്തവൻ്റെ കയ്യിൽ എത്ര പണം കിട്ടിയാലും അത് പോയിരിക്കും. അതറിയാത്തവൻ്റെ കയ്യിൽ എന്തൊക്കെ കിട്ടിയാലും അത് നഷ്ടപ്പെട്ടിരിക്കും. ആ മാർഗങ്ങൾ നീ പഠിക്കണം. അത് പഠിച്ചതിന് ശേഷമേ നിന്റെ ദൈവം നിനക്ക് വാഗ്ദാനങ്ങൾ തരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ധൂർത്തപുത്രൻ നമ്മൾ കാണുന്നുണ്ട്. വീട് വിട്ടിറങ്ങി, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താ? പിതാവായ ദൈവം എല്ലാം പാർസൽ അയച്ചു കൊടുത്താ? കുറച്ച് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താ? ഒന്നുമില്ല. എന്ത് അക്കൗണ്ടിൽ ഇട്ടാലും അത് പോയിരിക്കും. അതുകൊണ്ട് വചനം പറയുന്നു, അവന് ആരും ഒന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ ആരെ കൊണ്ടും ഒന്നും കൊടുപ്പിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താ? He didn't know the principles of life. ജീവന്റെ മാർഗം അറിയണം. Then your heavenly Father will give you whatever you want. അങ്ങനെ ആ മാർഗത്തിലേക്ക് അവൻ തിരിച്ചു വന്നു. പശ്ചാത്താപ ദൈവത്തിന്റെ വഴികളിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം കിട്ടി എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ എന്തെങ്കിലും കുറുക്ക് വഴിയിൽ കൂടെ നിന്റെ പ്രശ്നം മാറുന്ന വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ധ്യാന ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. നീ മാനസാന്തരപ്പെടണം. നിന്റെ ജീവിത രീതികൾ മാറ്റപ്പെടണം. നിന്റെ ലൈഫ് പ്രിൻസിപ്പിൾസ് മാറണം. അതർവൈസ് ഗോഡ് വിൽ നെവർ ബ്ലെസ് യു. ചിലപ്പോൾ സാത്താൻ ചിലപ്പോൾ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. പക്ഷേ ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? ധ്യാനം കൂടിയ ദൈവരാജ്യത്തിൽ കയറുവോ? ഇല്ല. യു നീഡ് ടു റിപ്പന്റ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരപ്പെടുക എന്നാൽ ക്രിസ്തുവിലേക്ക് നീ തിരിച്ചു വരണം. അവിടുത്തെ വചനങ്ങളിൽ നീ വിശ്വസിച്ച ജീവിതം പുതുക്കി പണിയണം. Then the kingdom of God is yours. Hallelujah. The greatest promise. ഏറ്റവും വലിയ പ്രോമിസ് ദൈവം തന്നിരിക്കണം. ലോകത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ പ്രോമിസാണ് എന്ത്? ദൈവരാജ്യം. പക്ഷെ ആ പ്രോമിസിൽ വെറുതെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടത്തില്ല. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ there is a word you need to obey before. ഒരു വചനം തന്നിരിക്കും. അനുസരിക്കാനുള്ള വചനം അനുസരിച്ചാൽ വാഗ്ദാനം കിട്ടും. എന്താ അനുസരിക്കാനുള്ള വചനം? മാനസാന്തരപ്പെടണം. അപ്പൊ ഇതിനാണ് വചനം വായിക്കേണ്ടത്. ഇങ്ങനെ വായിച്ച് പഠിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ മാത്രമേ ഈ അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ. ഇസ്രായേൽ ജനം വലിയൊരു വാഗ്ദാനം കിട്ടിയ ജനമാണ്. അടിമത്തത്തിൽ കിടക്കുന്ന ദാരിദ്ര്യം, കഷ്ടപ്പാട്, പീഡനങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, എല്ലാ മാരകമായ സംഗതികൾ അവരുടെ ജീവിതത്തിലുള്ളപ്പോൾ ഇതാ വരുന്നു വലിയൊരു വാഗ്ദാനം. എന്താണ് വാഗ്ദാനം? തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ സന്തോഷമായി അല്ലേ? ഭയങ്കര ഒരു വാഗ്ദാനമാണ് കിട്ടിയത്. കാരണം നിങ്ങളുടെ കഷ്ടപ്പാടുകളും വേദനകളൊക്കെ ദൈവം അറിയുന്നു. അതുകൊണ്ട് നിങ്ങളെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു വലിയ ദേശത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ആ ദേശത്ത് കയറിയോ? കയറിയാ? ഇല്ല. കാരണം എന്താ? They were not ready to change their life principles. ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസിലേക്ക് വരാൻ അവര് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. അവര് നടന്നത് മുഴുവൻ പുറകോട്ടായിരുന്നു, മുമ്പോട്ടല്ല. ഇന്ന് നമ്മളിൽ പലരും നടക്കുന്ന എവിടെയാ? ഇവിടെ വ്യാഴാഴ്ച ഗ്രൂപ്പിൽ വരുന്നുണ്ട്, പല സ്ഥലത്തും പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പോക്ക് പുറകോട്ടാ. എത്രയോ പേര് ഇവിടെ പുറകോട്ട് നടക്കുന്നവരുണ്ട്. യു ആർ സിംപ്ലി വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് മണി. പൊന്നു സഹോദരന്മാരെ, ഈ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുക. ഇസ്രായേൽ ജനത്തിനെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം ഈജിപ്തിന്റെ അടിമത്തത്തിൽ പുറത്തു കൊണ്ടുവന്നു. ഒറ്റ രാത്രി കൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സകല സമ്പത്തും, അവർക്ക് ഈജിപ്തിലെ സകല സമ്പത്തും അവർക്ക് ദൈവം മേടിച്ചു കൊടുത്തു. One night is enough for God. Hallelujah. Hallelujah. അതാണ് ദൈവം എന്ന് പറയുന്നത്. പക്ഷേ അവരെന്നിട്ടും ദൈവത്തിന്റെ ഹിതം പ്രകാരം ജീവിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്? ജെറമ്യയുടെ പുസ്തകം 7:22 പറയാ, ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എന്റെ വാക്ക് അനുസരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പോരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. എപ്പോ? നിങ്ങൾ എൻ്റെ വാക്കനുസരിക്കണം, എൻ്റെ വചനമനുസരിക്കണം, ഞാൻ പറയുന്നത് പോലെ ജീവിക്കണം. എന്നിട്ട് അവരെ കുറിച്ച് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ. ഏതാ മാർഗം? 16 സങ്കീർത്തനം 18 പറഞ്ഞു, ജീവന്റെ മാർഗങ്ങൾ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്. അതാണ് വചനം എന്ന് പറയുന്നത്. ആ മാർഗത്തിലൂടെ നിങ്ങൾ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. ട്രാജഡി, ഇതിലും വലിയ ട്രാജഡി ലോകത്തിലുണ്ടോ? There are some people in this group, you're walking on backward. വിഡ്ഢിയാക്കപ്പെടരുത്. ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം പറയണത് പോലെ നീ ജീവിക്കണം. മാറ്റം വരുത്താൻ തയ്യാറാവുക. അപ്പോ ഈ വചനമനുസരിച്ച് നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കിടക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ തയ്യാറായാൽ പോലും ഈ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ പിന്നെയും സ്ട്രഗിൾ ഉണ്ട്. കാരണം നിന്റെ ശത്രു ഒരിക്കലും നിന്നെ കൊണ്ട് ആ വാഗ്ദാനം സ്വന്തമാക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാഗ്ദാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഹൃദയത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം. അതുവരെ നീ അതിനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, പ്രഖ്യാപിക്കണം, പ്രോമിസസ് ഏറ്റു പറയണം. അത് ഹൃദയത്തിൽ വരണം, മനസ്സിൽ വരണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിക്കുക. അതിനെയാണ് നമ്മൾ വിശ്വാസം എന്നുകൂടി പറയാം. കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരു അർത്ഥം കൂടിയുണ്ട്. വിശ്വാസം ഉറപ്പുള്ളതാണ്. എന്താ വിശ്വാസം എന്ന് പറയണത്? അറിയോ? എന്താ വിശ്വസിക്കുക എന്ന് പറയുന്നത്? എന്താണ്? ആർക്കറിയാം? വെരി ഗുഡ്, വണ്ടർഫുൾ. കാണപ്പെടാത്തതുണ്ടെന്നുള്ള ഉറപ്പ്, പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം, അതാണ് വിശ്വാസം. വിശ്വാസം ഉറപ്പുള്ളതാ. ആ ഉറപ്പ് എന്ന് പറയുന്ന സാധനം എന്തിലാണ്? എവിടെയാ നമുക്ക് ഉറപ്പുള്ളത്? വിശ്വാസം. അതുകൊണ്ടാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 156 പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തിലാണ് വിശ്വസിക്കുന്നത്? വെറുതെ എന്തെങ്കിലും വിശ്വസിച്ചാൽ നമുക്കത് ലഭിക്കില്ല. 157 ഖണ്ഡിക പറയാണ്, വിശ്വാസം ഉറപ്പുള്ളതാണ്, മാനുഷിക ജ്ഞാനത്തെക്കാളെല്ലാം ഉറപ്പേറിയതാണ് വിശ്വാസം. കാരണം അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ തന്നെ വചനത്തിലാണ് വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ നുണ പറയാൻ കഴിയാത്ത, മാറ്റം വരുത്താൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ വചനത്തിലാണ് നീ വിശ്വസിക്കേണ്ടത്. അതാണ് ഉറപ്പെന്ന് പറയുന്നത്. അതിൽ നീ വചനം ആദ്യം കിട്ടണം നിനക്ക്. രണ്ടാമത് അതിൽ നിന്റെ ബുദ്ധിയും മനസ്സും കൊണ്ടിടണം. തോമസ് അക്വൈനസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് വിശ്വസിക്കുക എന്ന് പറയുന്ന അർത്ഥം. 155 ഖണ്ഡികയിൽ പറയുകയാണ്, കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, വിശ്വാസത്തിൽ മനുഷ്യബുദ്ധിയും മനസ്സും ദൈവകൃപയോട് സഹകരിക്കുന്നു. വിശ്വസിക്കുക എന്നാൽ കൃപാവരം മുഖേന ദൈവത്താൽ ഉത്തേജിതമായി ഇച്ഛാശക്തിയുടെ ആജ്ഞാനുസാരം ദൈവിക സത്യത്തിന് സമ്മതമരുളുന്ന ബുദ്ധിയുടെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നിരിക്കുന്ന വചനത്തില്, വാഗ്ദാനത്തിന് നിന്റെ ദൈവത്തിൻ്റെ കൃപയാൽ നിന്റെ ബുദ്ധിയും നിന്റെ മനസ്സും നിന്റെ ഇച്ഛാശക്തിയും നീ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാരെന്ത് പറയുന്നു, ഡോക്ടർമാരെന്ത് പറയുന്നു, വീട്ടുകാരെന്ത് പറയുന്നെന്ന് നീ കേൾക്കാൻ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ യെശയ്യായിൽ പറഞ്ഞു, സിംഹം തൻ്റെ ഇരയെ കാണുന്നത് പോലെ നീ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. നിന്റെ മനസ്സും ബുദ്ധിയെല്ലാം അതിലേക്ക് നിക്ഷേപിക്കണം. ബാക്കി ഒന്നിനെ കുറിച്ച് നീ ചിന്തിക്കരുത്. അങ്ങനെ നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ച് പരിശുദ്ധ അമ്മ she pondered over the promises of God in her heart എന്നാ പറയുന്നത്. അതിനെക്കുറിച്ച് ധ്യാനിച്ച് നിന്റെ ബുദ്ധി മനസ്സ്, നീ പഠിച്ച കാര്യങ്ങളെല്ലാത്തിനെയും നീ അതിജീവിക്കണം. യെസ്, ഇത് സംഭവിക്കും. ദൈവവചനം ഇതാണ്. ഞാൻ പഠിച്ചത് വേറെയാണ്, ഞാൻ കേട്ടത് വേറെയാണ്, എന്നോട് പറഞ്ഞത് വേറെ കാര്യങ്ങളാണ്. സാരമില്ല, ഞാൻ ഈ വചനത്തിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അത് നിന്നിൽ മാംസം ധരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് വാഗ്ദാനം സ്വന്തമാക്കുക. അപ്പൊ വിശ്വസിക്കുക എന്ന് പറയുന്നതിന് വചനം വേണം. രണ്ട്, ഈ വചനത്തിന് നിന്റെ അണ്ടർസ്റ്റാൻഡിങ്,
നിന്റെ ബുദ്ധി. അതുകൊണ്ട് വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഈ കാര്യമൊക്കെ പഠിക്കാൻ. മനസ്സിലായില്ലേ? അപ്പം ലോക അറിവ് കൂടുന്തോറും ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നീ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ദൈവമേ, വചനം പറയാൻ, നീ ഇവയൊക്കെ ബുദ്ധിമാന്മാരിൽ നിന്നും ഈ ലോകത്തിന്റെ വിവേകികളിൽ നിന്നും ഇതെല്ലാം മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസമില്ലാതെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കില്ല. വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനത്തിൽ നീ വിശ്വസിക്കണം. അതാണ് ഉറപ്പുള്ള കാര്യം. നാട്ടുകാരോ വീട്ടുകാരോ സുഹൃത്തുക്കളോ ഡോക്ടർമാരോ അല്ലെങ്കിൽ കമ്പനിക്കാരോ നിന്റെ ബോസോ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിലൊന്നും ഒരു ഉറപ്പുമില്ല. അതെപ്പോൾ വേണമെങ്കിലും മാറാം. അവർ പറയും സോറി, ഒറ്റ വാക്ക് പറഞ്ഞാൽ പണി കഴിഞ്ഞു, ജീവിതം പോയി. പക്ഷെ മാറ്റമില്ലാത്ത ഉറപ്പുള്ള ഒരു സത്യമുണ്ട്. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ആ വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അത് പഠിക്കണം, അത് ഹൃദയത്തിൽ നിക്ഷേപിക്കണം, അത് കേൾക്കുമ്പോൾ എഴുതി വെക്കണം. ഇവിടെ മനപ്പാടം വെക്കുന്ന ആൾക്കാരുണ്ട്. മനപ്പാടം വെക്കുന്നവർക്കുള്ള വഴിയാണ് വചനം പറയണത്. ആ കേൾക്കുമ്പോൾ തന്നെ ആ സാധനം, ഈ വാതിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരാളുണ്ട് ഇവിടെ. ലൂക്കാസ് സുവിശേഷം 8-ാമത്തെ അധ്യായം. 4 സ്ഥലങ്ങളിൽ വചനം വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ 4 സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഒന്നാമത് നിങ്ങളത് കേൾക്കണം. ലൂക്കാസ് സുവിശേഷം 8-ാമത്തെ അധ്യായം 4 മുതൽ വചനം ഇങ്ങനെ പറയും. ഈശോ വിതക്കാരൻ്റെ ഉപമ. ഒരു വിതക്കാരനുണ്ട്, ആ വിതക്കാരൻ വചനം വിതച്ചു പോകുന്നു. അപ്പോൾ ആ വചനത്തിൻ്റെ ഉപമയെക്കുറിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈശോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 9-ാമത്തെ വചനം. ഈ ഉപമയുടെ അർത്ഥം എന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവർ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവത്തെ മഹത്വപ്പെടുത്താതെ തോന്നിയവാസം നടക്കുന്നവരൊന്നും ഈ വാഗ്ദാനം കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്കിത് കിട്ടാൻ പോകുന്നില്ല. അവർ കേട്ടാലും മനസ്സിലാവൂല. പക്ഷേ ഇത് ദൈവരാജ്യത്തിൽ വരുന്ന മക്കൾക്കുള്ളതാണ്. എന്നിട്ട് പറയാണ്, ഇത് നിങ്ങൾക്കിത് കിട്ടും. കർത്താവിൻ്റെ കൂടെയുള്ളവർക്ക് ഈ സാധനം കിട്ടും. പുറത്തുള്ളവർക്ക് ഈ വാഗ്ദാനങ്ങൾ ലഭിക്കില്ല. അപ്പം നീ ആദ്യം തന്നെ ചിന്തിക്കണം, നീ ദൈവരാജ്യത്തിലാണോ നാട്ടുരാജ്യത്തിലാണോ എന്നുള്ളത്. പുറത്ത് നടക്കുന്നവൻ അകത്തേക്ക് കയറുക. കയറിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കിട്ടും. ഇനി കയറിയാൽ തന്നെ അത് എളുപ്പത്തിൽ കിട്ടത്തില്ല. പറയുകയാണ്, 1 ഉപമ ഇതാണ്. വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? വിശ്വസിക്കുന്നത് വഴി രക്ഷപ്പെടാണ്ടിരിക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരുത്തൻ ഇവിടെ തന്നെ ഉണ്ട്. അതാരാണ്? പിശാച്. അപ്പോൾ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേര് ഇവിടെ വരുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ കാണാൻ വരുന്ന. ഇന്നത്തെ പാട്ട് ഏതാണ് ചേട്ടാ? നന്നായിട്ടുണ്ട് കേട്ടാ. ഓ വെരി ഗുഡ്. എന്താ വചനം ഓ അപ്പളേ പോയി. നീ ഒരു കാലത്തും രക്ഷപ്പെടാൻ അവൻ സമ്മതിക്കത്തില്ല. രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ വെക്കണം. ഹൃദയത്തിൽ വെക്കണമെങ്കിൽ എന്ത് വേണം? അത് നിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കണം. അതുകൊണ്ടാണ് വലിയ മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്, എ സ്മോൾ പീസ് ഓഫ് കാർബൺ ഈസ് ബെറ്റർ ദാൻ എ ലോങ് മെമ്മറി. വലിയ നമ്മളെല്ലാം എല്ലാം ഓർത്ത് ഹൃദയത്തിൽ വലിയ ബുദ്ധികളെന്ന് പറയാം. ഏത് ബുദ്ധി ഉണ്ടെങ്കിലും അതിനേക്കാൾ വലിയ ബുദ്ധിമാൻ നിന്റെ തൊട്ടടുത്തിരിപ്പുണ്ട്, തോളത്തിരിപ്പുണ്ട്. ഇവിടെ എത്തുന്നതിന് മുമ്പ് എടുത്തുകൊണ്ട് പോകുന്ന ആൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവനിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കണം. ദിസ് ഈസ് ദ വേർഡ് ടു മീ. ഇന്ന് എനിക്കുള്ള വാഗ്ദാനം ഇതാണ്. പിടിക്കണം, അത് എഴുതി വെക്കണം. അതാണ് ഇവിടെ ഇരിക്കുന്ന ഒരു 60% ആൾക്കാർ ചുമ്മാ വേസ്റ്റ് ആക്കുക നിങ്ങളുടെ സമയം. പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് അറിയാം. പക്ഷെ നിങ്ങളെ സുഖിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. നിങ്ങൾ ദിവസം തോറും പുറകോട്ടാ നിങ്ങളുടെ യാത്ര. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സമ്പത്ത്, ഇതേതെങ്കിലും വളരുന്നുണ്ടോ? വളരുന്നുണ്ടെങ്കിൽ നല്ല കൊള്ളാം, വണ്ടർഫുൾ. ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. പക്ഷേ ഇങ്ങനെ കഷ്ടിപ്പട്ടി നിൽക്കുക, ചിലത് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈജിപ്തുകാരെ പുറകോട്ട് നടക്കുന്ന കുറേ മക്കളുണ്ട്. ഇനിയെങ്കിലും ഈ പുസ്തകവും ഒരു നോട്ട്ബുക്കുമായിട്ട് വരിക. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് യുവർ ലൈഫ്.
God will bless you. Praise the Lord. Hallelujah. അപ്പോ അതാണ് ഒന്നാമത്തെ പാർട്ടിക്കാർ. രണ്ടാമത്, കാരണം നിന്റെ ശത്രു ഒരിക്കലും നിന്നെ ആ വാഗ്ദാനം സ്വന്തമാക്കാൻ അനുവദിക്കത്തില്ല. പരിശുദ്ധ അമ്മേനെ സമ്മതിച്ചില്ല, പിന്നെയാണ് നിങ്ങളെ ഓടിച്ച് ഈജിപ്തിലേക്ക്. ഈജിപ്തിൽ നിന്നിട്ട് നിർത്തിയാ അവിടെ ഹെറോദോസ് ഉടനെ കലികളിക്ക് നടക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും പിടിക്കണം, ആ കുഞ്ഞിനെയും പിടിക്കണം, അവൻ്റെ രക്ഷപ്പെടാൻ പാടില്ല. എന്തൊക്കെ കളി കളിച്ചിട്ടാണ് ആ വാഗ്ദാനം പുറത്തു വന്നതെന്നറിയോ? അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വാഗ്ദാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. ദൈവരാജ്യം ബലപ്രയോഗത്തിന് അടിപ്പെട്ടിരിക്കുന്നു. ബലവാന്മാർക്കുള്ളതാണ് ദൈവരാജ്യം. വീരന്മാർക്കും ധീരന്മാർക്കും ഉള്ളതാണ് ദൈവരാജ്യം. അലസന്മാർക്ക് ഈ പരിപാടിയെ പറഞ്ഞിട്ടില്ല. വെറുതെ സമയം കളയരുത്. ഇന്നെങ്കിലും മാറ്റമുണ്ടാക്കി പുസ്തകം എടുത്ത് കയ്യിൽ പിടിച്ച് വായിച്ചു തുടങ്ങുക, എഴുതി വെക്കുക. ഇനി രണ്ടാമത്തെ കാറ്റഗറി, രണ്ടാമത്തെ ഹഡിലാണ്. ചിലർ വചനം ശ്രമിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ വചനം എടുത്തു കളഞ്ഞു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്, പാറയിൽ വീണത്. രണ്ടാമത്തെ സ്ഥലം പാറപ്പുറത്ത് വീണതാണ്. വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്, എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകും. മേക്ക് ഹോം വിത്ത് ദ വേർഡ് എന്ന് പറയും. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനത്തിൽ നിലനിൽക്കണം. ടെംപ്ടേഷൻ വരും, ടെസ്റ്റുകൾ വരും. ഇത് വരുമ്പോൾ അനുസരിച്ച് നിങ്ങൾ അത് വിട്ടുകളയരുത്. ചില ആൾക്കാർ 2 ആഴ്ച പരിശ്രമിച്ച് നോക്കും, 1 മാസം പരിശ്രമിച്ച് നോക്കും. ചിലപ്പോഴെങ്കിലും ദശാംശം കൊടുക്കുന്ന ആൾക്കാർ 2 മാസം ഇട്ട് നോക്കും, കിട്ടുന്നുണ്ടാ? എവിടെ കിട്ടാൻ? 2 മാസം പരിപാടിയുള്ളൂ, പിന്നെ കളഞ്ഞ്. ഫോർ എവർ യു ആർ ഗോൺ. You need to remain in the word. Continuously give. അവൻ നിന്റെ സമ്പത്തിനെ പിടിക്കും, അവൻ കലക്കുണ്ടാക്കും, ടൈറ്റ് ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. But still you remain in the word and continually give. Then God will bless you. Hallelujah. 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 അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇതൊക്കെ കിട്ടും. ഇവിടെയൊക്കെ പറയുന്നുണ്ടല്ലോ, പലരും ജീവിതത്തിൽ നടക്കും. ഒന്ന് നടന്നു നോക്കാൻ നടക്കും. അങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല. അവര് പാറയിൽ വീണ വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ കാണും, ഭയങ്കര ഇഷ്ടമാണ്. ഒരു വാഗ്ദാനം കിട്ടി, രക്ഷപ്പെടും, അനുഗ്രഹിക്കും, സൗഖ്യം കിട്ടും, രക്ഷപ്പെടുന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷമാണ്. പക്ഷേ 2-3 ദിവസം ട്രൈ ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ സാധനം പോകും. പ്രലോഭനം വരുമ്പോൾ അത് പോകും. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, മുള്ളുകളുടെ ഇടയിൽ വീണത്. വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. അപ്പോൾ സുഖഭോഗം, സമ്പത്ത്, ഈ ലോകത്തിന്റെ വ്യഗ്രതകൾ, കൂട്ടുകെട്ടുകൾ, ഇങ്ങനെ എല്ലാം കൂടി നടന്നുകൊണ്ട് വചനം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്ന കുറേ പേരുണ്ട്. അതൊരിക്കലും നടക്കത്തില്ല. അപ്പൊ ഈ ലോകവും ലോകത്തിന്റെ ബന്ധങ്ങളും സുഖങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഇന്നിവിടെ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ 3-ാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ പ്രോമിസ് നിങ്ങളുടെ ലൈഫിൽ എത്തിയിട്ടില്ല. The fullness of life. That is what is the promise. John 10:10. പിശാച് വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട്. നിന്റെ സമസ്ത മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെട്ടവന് വിളിക്കപ്പെടും. നീ മലമുകളിൽ പണിത പട്ടണം പോലെ ആയിരിക്കും നിന്റെ ജീവിതം. നീ ലോകത്തിന്റെ പ്രകാശമായിരിക്കും. The world will see the glory in you, the glory of God. അങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പിടിച്ചു നിൽക്കണം. അപ്പൊ 3-ാമത്തെ സ്റ്റേജിൽ കുറച്ചുകൂടി കട്ടിയായ പ്രലോഭനങ്ങൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ വരും. അവിടെ അനേകം പേര് വചനം ഇട്ടു പോവും. യു വിൽ ലീവ് യുവർ വേർഡ്. മത്തായി 8:32. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കണം. പ്രലോഭനങ്ങൾ വരും, സുഖങ്ങൾ വരും, സമ്പത്ത് വരും. പല രീതിയിലും പ്രലോഭിപ്പിക്കും. ഒരുമാതിരി പിടിച്ചു നിൽക്കുന്നവരെല്ലാം പ്രശസ്തി, സമ്പത്ത്, ഇതൊക്കെ അങ്ങ് ഇട്ട് തരും. സുഖങ്ങൾ, ജഡിക സുഖങ്ങൾ, ഇതൊക്കെ ഇട്ട് തരുമ്പോഴാണ് ദേ കിടക്കുന്നത്. ഭൂ എന്ന് പറഞ്ഞ സംഗതി പൂവാണ്. ഒരു പ്രൊമോഷൻ കിട്ടിയാൽ മതി. എത്രയോ യുവജനങ്ങളെ എനിക്കറിയാം കർത്താവിന് വേണ്ടി ഓടി നടന്ന മക്കള്. ഒരു കല്യാണം കഴിച്ചതോടെ അവൻ്റെ ഗ്യാസ് പൂട്ടി. ഒരു നല്ല ജോലി കിട്ടിയത് അവൻ്റെ പരിപ്പിളകി. കാരണം വൺ ബ്ലെസ്സിങ് ഈസ് ഇനഫ്. അവർ വിചാരിക്കുന്ന കർത്താവ് തന്നാന്ന് വിചാരിക്കുന്നത്. ആരാ തരുന്നത്? സമ്പത്ത് കർത്താവ് തരും. പക്ഷെ അതിനോടുള്ളൊരു ആസക്തിയും ഇതാരാ തരുന്നത്? അതിൻ്റെ ഒപ്പം തന്നെ വേറൊരുത്തൻ തരും. അതോടെ തീർന്നു. അവരെ വചനവും തീർന്നു, അവിടെ ദൈവരാജ്യം തീർന്നു, എല്ലാം തീർന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങാൻ തയ്യാറാകണം. അങ്ങനെയാണ് 4-ാമത്തെ സ്ഥലം. 15-ാമത്തെ വചനം പറയുകയാണ്, നല്ല നിലത്ത് വീണതോ വചനം കേട്ട്
ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. പ്രൈസ് ദ ലോർഡ്. ഒച്ചത്തിൽ പറഞ്ഞേ പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് ആദ്യത്തെ 3 കാറ്റഗറിയിൽ പെടരുത്. ഇതിൻ്റെ അകത്ത് 8500 പരം വാഗ്ദാനങ്ങളുണ്ട്. അത് സ്വന്തമാക്കണം. രണ്ടാമത്, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലും എൻ്റെ ബിസിനസ്സിലുമൊക്കെ, നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾ പ്രൊഫഷണൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ പലരും പാര വെക്കുന്നവരുണ്ടാവും. നമ്മുടെ ബിസിനസ്സിനെ, ജോലിനെ, ഈവൻ ദിസ് മിനിസ്ട്രി, പീപ്പിൾ ട്രൈ ടു ഡിസ്ട്രോയ് ദിസ് മിനിസ്ട്രി. But I know the promise of God in me. യെശയ്യാ 54:17 ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലപ്രദമാവില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. അതാരാണെങ്കിലും നീ ഖണ്ഡിച്ചിരിക്കും. ഇത് ദൈവത്തിൻ്റെ മക്കളുടെ അവകാശവും കർത്താവിൻ്റെ നീതി നടത്തലുമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ വചനമൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. നാട്ടുകാരും വീട്ടുകാരും വഴി കൂടി പോകുന്നവനൊക്കെ നിന്റെ ബിസിനസ്സിനെയും മക്കളെയും കുടുംബത്തെ നിന്റെ ശുശ്രൂഷയൊക്കെ തോണ്ടാനും പിടിക്കാനും നിൽക്കുമ്പോൾ എടുത്ത് വെട്ടിക്കോണം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. എന്ത്? നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പരിചയം വേണം. ഇത് ചില്ലറക്കളിയല്ല, ഇത് യുദ്ധമാണ്. നിന്റെ ശത്രു അത്യാവശ്യം കഴിവുള്ളവനാണ്. അവൻ്റെ അടുത്ത് വെറുതെ പോയി നിൽക്കരുത്, നഗ്നനായി നിൽക്കരുത്. വിശ്വാസത്തിൻ്റെ പരിചയം ഉണ്ടായിരിക്കണം. അതിന് വചനം നിന്റെ ആഴത്തിൽ നീ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അപ്പോഴേ നിനക്ക് വിശ്വാസം കിട്ടുള്ളൂ. രണ്ടാമത്, വചനമാകുന്ന വാള് നിന്റെ കയ്യിലുണ്ടാകണം. അങ്ങനെ വചനമാകുന്ന വാള് അവൻ പ്രശ്നങ്ങളുണ്ടാക്കും. നിന്റെ ശത്രു പ്രശ്നം ഉണ്ടാക്കും, പല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? വചനം ഉണ്ടായിരിക്കണം. വിശ്വാസത്തിന് പരിചയം ഉണ്ടായിരിക്കും. വിശ്വാസത്തിന് പരിചയം എവിടെ ഉണ്ടായിരിക്കുക? വചനത്തിലായിരിക്കണം നിന്റെ ജീവിതം. വചനത്തിലാണ് നിന്റെ വിശ്വാസം. നമ്മൾ പറഞ്ഞു, അങ്ങനെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരുവനാണോ നീ? നിന്റെ കയ്യിൽ, നിന്റെ ഹൃദയത്തിൽ, ആത്മാവില് വചനം ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ എടുത്ത് വെട്ടിക്കോണം, അത് വീണിരിക്കും. മത്തായി സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. യേശു എന്താ ചെയ്തത്? പിശാച് വന്ന് എന്താ ചെയ്യുക? സാത്താൻ നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ലാവിഷായിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, പ്രാർത്ഥനയിലൊക്കെ അവൻ കയറി കളിക്കും. അപ്പോൾ അതിനെ തെൽപ്പിക്കണം. എന്ത് ചെയ്യണം? മത്തായി സുവിശേഷം 4 നമ്മൾ വായിക്കുന്നുണ്ട്. സാത്താൻ യേശു അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് അയച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവനെ വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അതാണ് പ്രലോഭകൻ വരുന്നത്. അവൻ പ്രതികരിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കണം. വെറുതെ അധ്വാനിച്ചുകൊണ്ട് ജീവിതം കുറേ രാത്രി പകൽ ഓടിക്കൊണ്ടല്ല ജീവിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം, അതനുസരിച്ച് നീ ജീവിക്കണം. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴത്തോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിശാചിന് വചനമൊക്കെ എന്നിട്ട് അറിയട്ടെ. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വചനമാണ് കോട്ട് ചെയ്തത്. നമുക്ക് പിന്നെ അത് വിവരമില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രലോഭനം ഇല്ല. അപ്പം ആ ഒരു പ്രലോഭനത്തെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വചനം പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കും. നീ ദൈവത്തിനോട് പറയാണ്. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. ചില ബ്ലെസ്സിങ്സും ചില സാധനമൊക്കെ വരുമ്പോൾ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കണം, നല്ലതാണ്. ഇത് ദൈവഹിതമാണോ? ചിലപ്പോൾ അവനും കൊണ്ടുവന്ന് തരും ചില സംഗതികളൊക്കെ. കാണുമ്പോൾ ഭയങ്കര വണ്ടർഫുള്ളാണ്. കല്യാണ ആലോചനകൾ, ചില ബിസിനസ് ഓർഡറുകൾ, ചില ജോലികൾ, എല്ലാത്തേലും കയറി പിടിക്കരുത്. അതൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാത്രം പിടിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ വരും. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നൂടെ എഴുതപ്പെട്ടിരുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ മഹത്വം അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ചെന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. ഉടനെ യേശു എന്ത് ചെയ്തു? യേശു കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം,
അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അവൻ്റെ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പിശാച് വചനം കോട്ടിയും, നാട്ടുകാർ വചനം കോട്ടിയും, ദൈവഭക്തന്മാർ വചനം കോട്ടിയും. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കാൻ എന്ത് പറയും? വചനം നീ എടുത്ത് പ്രയോഗിക്കണം. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി പ്രശ്നങ്ങളിനകത്ത് നീ വചനം എടുത്ത് പ്രയോഗിക്കണം. അപ്പോഴാണ് ആ വചനം നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികം. സാത്താനെ നീ ചവിട്ടി താഴ്ത്തണം, വെട്ടി താഴെയിടണം. എന്തുകൊണ്ട്? വചനമാകുന്ന വാള് വെച്ച് വെട്ടണം. അതിന് നിന്റെ ഹൃദയത്തിൽ വചനം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദെൻ യു വിൽ ഹാവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ലോകത്തിന്റെ നെറുകയിലെത്താൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കണം നമ്മൾ. അതുകൊണ്ട് ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, അനുസരണം. ഇന്ന് തൊട്ടൊരു ജീവിതം മാറ്റുക. വി ആർ ഗോയിങ് ടു മേക്ക് എ ഷിഫ്റ്റ് ഇൻ അവർ വർഷിപ്പ്. നമ്മുടെ പ്രോഗ്രാമുകളിൽ ഇന്ന് മാറ്റം വരുത്താൻ പോവാ. ഇനി എല്ലാവരും വചനമായിട്ട് വരിക. കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തോടെ പിടിച്ച് കയറണം, മേളോട്ട് കയറണം. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ആ വാഗ്ദാനം നമ്മൾ സ്വന്തമാക്കിയിരിക്കണം. രണ്ടാമത് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഈ വചനം? കാരണം ഇന്ന് നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം, പക്ഷെ നാളെ ഈ വിശ്വാസം ഉണ്ടാകണമെന്ന് ഉറപ്പില്ല. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാറ്റക്കിസം നമ്മളെ പഠിപ്പിക്കണം. 162 ഖണ്ഡികയിൽ പറയുന്നത്, ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യമായൊരു ദാനമാണ് വിശ്വാസം. അമൂല്യമായ ഈ ദൈവദാനം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനെ ഉത്ബോധിപ്പിക്കുന്നു. വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പൊരുതുക. മനസാക്ഷിയുടെ സ്വരം നിരസിച്ചതിനാൽ ചിലരുടെ വിശ്വാസ നൗക തകർന്ന് പോയിട്ടുണ്ട്. 1 തിമോത്തി 1:18-19 വചനമാണ്. അപ്പൊ വിശ്വാസത്തിന്റെ നൗക തകർക്കും. അതാണ് നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാര് വെള്ളത്തിലൂടെ കടലിലൂടെ പോയപ്പോ കാറ്റും കോളും വന്ന് അവരെ വഞ്ചി മുങ്ങുവെന്ന അവസ്ഥയായി. പക്ഷെ ആ അവസ്ഥയിൽ അവർ പിടിച്ചു നിന്നു. യേശുവോട് കടന്നു വന്നു, വചനമനുസരിച്ച് ഭയപ്പെടണ്ട, ആ നൗക അവൻ താഴിടും. നിന്റെ ശത്രു 24/7 വർക്ക് ചെയ്യുന്നവനാണ്. നീ ചിലപ്പോൾ 24 മണിക്കൂർ 1 മണിക്കൂറെ ആക്റ്റീവായിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഹീ വർക്ക്സ് ഓൺ 24/7. 7 ആഴ്ച 7 ദിവസവും ആക്റ്റീവാണ്. അപ്പോൾ ഈ നൗക തകർക്കുവാനാണ്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇവിടെ വരണം, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വചനം കേൾക്കണം, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കൂട്ടായ്മയിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസന നൗക പിടിച്ചു നിർത്താൻ സാധിക്കത്തുള്ളൂ. എന്നിട്ട് പറയാണ്, വിശ്വാസത്തിൽ ജീവിക്കുവാനും വളരുവാനും അന്ത്യം വരെ ഉറച്ചു നിൽക്കുവാനും ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിപ്പിക്കണം. ഓൺ എ ഡെയിലി ബേസിസ്, അറ്റ്ലീസ്റ്റ് ഓൺ എ വീക്ക്ലി ബേസിസ്, എൻറിച്ച് യുവർ സ്പിരിറ്റ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. എങ്കിൽ മാത്രമേ നിന്റെ ക്രൈസ്തവ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പരിപൂർണതയിൽ, ആ വിജയത്തിൽ നിനക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് കർത്താവിനോട് നാം യാചിക്കണം. എന്നിട്ട് സഭ പഠിപ്പിക്കുകയാണ്, നിന്റെ വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തന നിരതമാകണം, പ്രത്യാശയാൽ നിലനിർത്തപ്പെടണം, സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അത് സഭയുടെ ടീച്ചിങ് ആയിരിക്കണം. അത് പ്രത്യാശയിൽ നിലനിൽക്കണം. അത് സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ വരണം. എങ്കിലേ വിശ്വാസമാകുന്നുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. So we winding up with the word of the Lord. I think it is more than enough for you to live a beautiful, victorious life. I just explained one more incident in our life. എൻ്റെ 4ാമത്തെ കുഞ്ഞിന് ഒരിക്കൽ ഒരു വയറുവേദന വന്ന്, she had a very bad kidney infection. വലത്തെ കിഡ്നി പരിപൂർണമായിട്ട് ഇൻഫെക്റ്റഡ് ആയിപ്പോയി. വൈദ്യശാസ്ത്രം പറഞ്ഞു അതിന് രക്ഷപ്പെടില്ല, അത് പോയതാണ്, എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ കളയണമെന്നിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഓരോന്നുണ്ട്. ആ വാഗ്ദാനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ശക്തി അവളുടെ മേലെ വന്നു. ഷീ ഗോട്ട് ഹീൽഡ് ഇൻ ദാറ്റ് ഡിസീസ്. വയറ് മുഴുവൻ വീർത്തിരിക്കുന്നതാണ്. ഒറ്റ രാത്രിയിൽ കർത്താവിൻ്റെ ശക്തി കടന്നു വരികയും അവൾ സൗഖ്യം പ്രാപിക്കുകയുണ്ടായി. പക്ഷേ സ്റ്റിൽ ദർ ഇസ് എ പ്രോബ്ലം. ഡോക്ടർ പറഞ്ഞു അത് ചുങ്ങിപ്പോയിട്ടുണ്ട്, പക്ഷേ വീണ്ടും അതൊന്ന് പരിശോധിച്ച് നോക്കണം. അത് ജീവനില്ലെങ്കിൽ അത് വീണ്ടും എടുത്ത് കളയണം. കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയാൽ അതെടുത്ത് കളയണം. വീണ്ടും ഒരു സ്കാൻ ചെയ്തു. അപ്പോൾ 15% താഴെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കളയണം. അതിൻ്റെ മേളിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കത് റിപ്പയർ ചെയ്യാവുന്നത്. ടെസ്റ്റ് ചെയ്തപ്പോൾ 17% ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാരണം കർത്താവ് തൊടുമ്പോൾ കർത്താവ് ഭംഗിയായിട്ടേ തൊടുകയുള്ളൂ. അത് നശിപ്പിക്കാനായിട്ട് കർത്താവ് പോവില്ല. അപ്പോൾ അത് 17%. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ കാരണം കിഡ്നിയിൽ നിന്നും യൂറിനറി ബ്ലാഡറിലേക്കുള്ള ട്യൂബിന് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ജന്മനാ ഉള്ളൊരു ബ്ലോക്കാണ്. അത് റിമൂവ് ചെയ്യണം.
എങ്കിലത് വീണ്ടും കുറച്ചുകൂടി ഫങ്ഷൻ ചെയ്യും. വീണ്ടും ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ 1-2% ഫങ്ഷൻ ആവുള്ളൂ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദാറ്റ് ഈസ് വാട്ട് ഡോക്ടേഴ്സ് ക്യാൻ സേ. ഇവിടെയാണ് നിന്റെ ഉള്ളിൽ എന്ത് വേണം? ദ ഫാക്ട് ആൻഡ് ദ ട്രൂത്ത് എന്ന് പറയും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു രോഗം വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വചനം ഏതാ? ആർക്ക് പറയാം? അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം. അത് രോഗം വരുമ്പോൾ അറിയേണ്ട വചനമല്ല. രോഗം വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വരുമ്പോൾ നിന്നെ അറിയേണ്ട ഒരു വചനമുണ്ട്. ലൂക്കാ 11:4. യേശുവിന്റെ അടുക്കൽ ഇതാ മൂന്നാമത്തെ കർത്താവ് ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ആരെക്കുറിച്ച്? ലാസറിനെ കുറിച്ച് എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കലേക്ക് ആളയച്ചു. ഉടനെ യേശുവിന്റെ വചനമാണ്. എന്താണ് അത്? കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. പ്രൈസ് ദ ലോർഡ്. വൈദ്യശാസ്ത്രം ചിലപ്പോൾ പറയും ദാറ്റ് ഈസ് വാട്ട് ദ ഫാക്ട് ഈസ്. ദാറ്റ് ഈസ് എ ഫാക്ട്. വൈദ്യശാസ്ത്രം സത്യമാണ്, അല്ല സത്യമല്ല, ഫാക്റ്റാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഒരു സത്യം നീ അറിയണം. ഹല്ലേലൂയ. വാട്ട് ഈസ് ദ ട്രൂത്ത്? ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ ട്രൂത്ത്. ഫാക്ടിന്റെ അപ്പുറത്ത് ചില അവസ്ഥ, ചില വിശേഷങ്ങളുടെ അപ്പുറത്ത് ഒരു സത്യം എന്നൊരു സാധനമുണ്ട്. ദൈവം എന്താണ് പറയുന്നതിനെ കുറിച്ച്. നാട്ടുകാരെന്ത് പറയുന്നു, വീട്ടുകാരെന്ത് പറയുന്നു, ഡോക്ടർമാരെന്ത് പറയുന്നു, ഗവൺമെന്റ് എന്ത് പറയുന്നു, എക്കണോമിസ്റ്റുകൾ എന്ത് പറയുന്നു, അതല്ല. അത് ചില ഫാക്ടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ചില സത്യങ്ങളുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ശതാധിപന്റെ മകള് സുഖപ്പെടുത്താൻ പോകുന്ന വഴിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു രക്തസ്രാവക്കാരി വസ്ത്രത്തെ തൊട്ട് സൗഖ്യം മേടിച്ചു. ചില സമയം പോയപ്പോൾ വീട്ടിൽ നിന്ന് ആള് വന്ന്, കുഞ്ഞ് മരിച്ചു, ഇനി വന്നിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ഫാക്ട്. അക്കോർഡിംഗ് ടു മെഡിക്കൽ സയൻസ് ഷീ ഈസ് എ ഡെഡ് ഗേൾ. പ്രൈസ് ദ ലോർഡ്. ബട്ട് ദാറ്റ് ഇസ് എ ഫാക്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു ട്രൂത്ത് ഉണ്ട്. വാട്ട് ഈസ് ദ ട്രൂത്ത്? ദൈവമേശു എന്താ പറഞ്ഞിരിക്കുന്നത്? അവൾ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ നീ രക്ഷപ്പെടും. അവൾ ഉറങ്ങുകയാണ്. അതാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അവളെടുത്ത് പോയി, ബാലികേ ബാലികേ വേക്ക് അപ്പ് മൈ ഗേൾ, വേക്ക് അപ്പ്. ഇതാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇത് നിന്റെ ഹൃദയത്തിലുണ്ടാകണം. ഇതാണ് റീമ. അപ്പൊ ഈ വചനം നിന്റെ ഹൃദയത്തിലുണ്ടാകണം. then you can apply it on your problems, then it will produce the fruit and result. അപ്പൊ ഈ സത്യം നിന്റെ ഉള്ളിൽ ജ്ഞാനത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് നീ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ രോഗികളോടും, വൈദ്യശാസ്ത്രം നീ മരിക്കും 10 വർഷം കഴിഞ്ഞ്, 15 വർഷം കഴിഞ്ഞ്, 20 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് മരിക്കുന്ന എല്ലാ രോഗികളോടും വൈദ്യശാസ്ത്രം അതിനപ്പുറത്തൊരു സത്യമുണ്ട്, നീ അറിയണം. എന്താണ് ആ സത്യം? ഒരു രോഗവും നിന്റെ ജീവിതത്തിലെ ഒരു പ്രശ്നവും നിന്റെ നാശത്തിനുള്ളതല്ല. പ്രത്യേക ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. പ്രത്യേക ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഒച്ചത്തിൽ പറയാ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ല മാ എന്ന് പറഞ്ഞ് നിൽക്കരുത്, ചാടിപ്പിടിക്കണം, പറയണം ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ് എന്ന് പറയണം. യെസ് ലോർഡ്, ഐ ബിലീവ്. അങ്ങനെ അതാണ് സത്യം. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഈ വചനം അറിയാം. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കിഡ്നി എടുത്ത് കളഞ്ഞാൽ ആള് മരിക്കും. സാരമില്ല ഡോക്ടർ, വിൽ വെയിറ്റ് ഫോർ 24 hours more. റിസ്ക് ആണ്, നോ പ്രോബ്ലം, നോ റിസ്ക്. വി നോ ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ആണ്. there is healing guaranteed. God has said it, you claim it. പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി. വീണ്ടും ഒരു സർജറി കൂടി വേണമെന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, വിൽ ഡു ദ സർജറി. പക്ഷെ ഡോക്ടർ പറയാണ് 1-2% കിഡ്നി ഇമ്പ്രൂവ് ആയേക്കാം, അത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ ലെറ്റ് ഇറ്റ് ബി ദേർ. പക്ഷെ അത് ഒരു ഫാക്റ്റാണ്. ദാറ്റ് ഈസ് വാട്ട് മെഡിക്കൽ സയൻസ്. അവരെ കുറ്റം പറയേണ്ട. വൈദ്യശാസ്ത്രം, ദൈവം തന്നെ ഒരിക്കൽ സിസ്റ്റമാണ് വൈദ്യശാസ്ത്രം. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു സത്യമുണ്ട്, നീ അറിയണം. എന്താ സത്യം? എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകും. നിന്നിലെ ശിലാഹൃദയം മാറ്റി ഒരു പുതിയ ഹൃദയം നൽകാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച, ശവശരീരം ചീഞ്ഞളിഞ്ഞ ശരീരത്തെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഒരു സത്യം നിനക്ക് അറിയാമെങ്കിൽ യു ക്യാൻ ക്ലെയിം ഇറ്റ്. പ്രാർത്ഥിച്ചു, മകളോട് പറഞ്ഞു, see this is the promise you need to claim. She is only 9 years old. എല്ലാ ദിവസവും പറയാ, by your stripes I am healed. നിന്റെ മുറിവുകളാൽ ഞാൻ സൗഖ്യം പെട്ടിരിക്കുന്നു പറയാ മോളെ. ദിവസവും പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാ കിഡ്നി പേഷ്യൻസിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അതും കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. and claim the promise, confess it. അത് ബിലീവ് ചെയ്യണം, വിശ്വസിക്കണം. ദിവസം 10 പ്രാവശ്യം പറയാ, 20 പ്രാവശ്യം പറയാ, പറഞ്ഞുകൊണ്ടേയിരിക്കുക. എല്ലായ്പ്പോഴും പറഞ്ഞോണ്ടേ, നിന്റെ മുറിവുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കും, നിന്റെ മുറിവുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കും. 6 മാസം കഴിഞ്ഞ് റിവ്യൂ എടുത്തു. അന്ന് ഡോക്ടർ പറയാണ്, മഹാ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. കാരണം ഈ കിഡ്നി 90% ഫങ്ഷൻ റിട്ടേൺ ചെയ്തു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സോ ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ദ ലോർഡ്.
Of course, there will be the truth and facts in this world. അതിൻ്റെ അപ്പുറത്തൊരു സത്യമുണ്ടെന്ന് നീ അറിയണം. ഈ സത്യമാണ് നിന്നെ സ്വതന്ത്രനാക്കുന്നത്. അതാണ് വചനം. ആ വചനം ഇന്ന് തൊട്ടെങ്കിലും സീരിയസ് ആയിട്ട് എടുത്താൽ നീ രക്ഷപ്പെടും, നീ ഐശ്വര്യം പ്രാപിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. നിന്റെ അപ്പക്കൊട്ട അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലികൾ അനുഗ്രഹിക്കും. നീ ലോകത്തിന്റെ തലയായിട്ട് നിൽക്കണം, വാലായിട്ട് നിൽക്കണമെന്നില്ല. നീ അനേകർക്ക് കടം കൊടുക്കുന്നവനായിരിക്കും, നീ കടം വാങ്ങില്ല. ഇങ്ങനെ കുറെ പ്രോമിസ് അവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രോമിസ് ആർക്കുള്ളതാണെന്നറിയാവോ? അതുകൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. യു നീഡ് ടു നോ ദ ട്രൂത്ത്. പ്രോമിസ് ആർക്കുള്ളതാണ്? നിയമാവർത്തന പുസ്തകത്തിലെ പ്രോമിസ് അറിയുന്നവർക്കുള്ളതാണോ? വ്യാഴാഴ്ച അറ്റൻഡ് ചെയ്യുന്നവർക്കുള്ളതാണോ? ധ്യാനം കൂടുന്നവർക്കുള്ളതാണോ? അല്ല. ഇതാർക്കുള്ളതാണ്? എൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട്. എന്ത് കേട്ട്? വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ കാര്യമില്ല. അതിന് മുമ്പിൽ നിന്നോട് പറഞ്ഞിരിക്കുന്ന അനുസരിക്കാൻ പറഞ്ഞ വാക്ക് നീ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ എല്ലാ വാഗ്ദാനങ്ങളും നിനക്കുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ ആവശ്യമായത് എടുത്ത് ഉപയോഗിച്ച് സ്വന്തമാക്കുക. അതുകൊണ്ട് വചനം കേൾക്കുന്ന ബോഷന്മാരാകരുത്. അടുത്ത ദിവസം തൊട്ട് എല്ലാവരും വചനവും ബൈബിളും നോട്ട്ബുക്കുമായിട്ട് വരിക, എഴുതി വെക്കണം. രാത്രി വീട്ടിൽ പോയിട്ട് മറിച്ചു നോക്കണം. Spend some time on the word of God and read it. Yes, this is what it said. Okay, I listen to that. അവിടെ വെച്ച് പ്രാർത്ഥിക്കണം. ഒരു 5 മിനിറ്റ് അത് വെച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് അത് സ്വന്തമാക്കണം, ഹൃദയത്തിലോട്ട് കയറണം. പിന്നെ ദിവസവും അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അമ്മ she pondered over the promises of God and she got it എന്നാണ് പറയുന്നത്. അതുപോലെ വായിക്കണം. Praise the Lord. ഒരു നിമിഷം ഒരു തീരുമാനമെടുക്കുക. ദൈവവചനത്തെ നിഷേധിച്ച നിമിഷങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ പല വിധത്തിലെ ശാപ പാപ ബന്ധനങ്ങൾ വന്ന് കിടക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 28 കുറേ ശാപങ്ങൾ പറയുന്നുണ്ട്. നിന്റെ കന്നുകാലികൾ നഷ്ടപ്പെടും, നിന്റെ സമ്പത്ത് പോകും, നിന്റെ ഭാര്യ പോകും, നീ വിവാഹം വാഗ്ദാനം ചെയ്ത പെണ്ണ് വേറൊൻ്റെ കൂടെ കല്യാണം കഴിച്ചു പോകും, നിന്റെ നാട്ടിൽ അർബുദങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, നിന്റെ വയലിലെ കൃഷി നശിച്ചു പോകും. ഇങ്ങനെ കുറേ ശാപങ്ങളെക്കുറിച്ച് പുസ്തകം പറയുന്നുണ്ട്. ഇതിനെല്ലാം ഒരു കാരണം പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 28:45 നീ നശിക്കുന്നത് വരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കും. ഇവ നിന്നെ വേട്ടയാടി പിടിക്കും. ഇത് എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ കേട്ടില്ല, അവിടുന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചില്ല. എന്നിട്ട് വീണ്ടും 47-ാമത്തെ വചനം പറയാണ്, എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. അപ്പൊ സമൃദ്ധിയുടെ നിറവില് നീ ദൈവത്തെ മറന്നു. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനാൽ കർത്താവ് നിനക്കെതിരായിരിക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യം സഹിച്ചുകൊണ്ട് വേല ചെയ്യും. നീ നശിക്കുന്നത് വരെ അവിടെ നിന്റെ കഴുത്തിന് ഇരുമ്പ് നുകം വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണാവോ ഇരുമ്പ് നുകം ഇരിക്കുന്നുണ്ടോ? എന്നാൽ we have a promise in Jesus. You will trample on scorpions and lions and serpents. നിനക്കതിന്റെ മേലെ ഞാൻ അധികാരം തന്നിരിക്കുന്നു. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം നീ തിരിച്ചു പിടിക്കാൻ കർത്താവ് നിനക്ക് അധികാരം തരികയാണ്. In Christ you have restoration. In Christ you have refreshment. In Christ you have all the promises which is there in the Bible. Praise the Lord. Hallelujah. അതുകൊണ്ട് പുത്രനെ സ്വന്തമാക്കുക, അവർക്ക് ജീവനുണ്ടാകും. അതുകൊണ്ട് കളി നിർത്തുക. ഇനിയെങ്കിലും നിന്റെ ആത്മീയ ജീവിതം മണ്ടൻ കളി കളിക്കരുത്. നിന്റെ ശത്രു വളരെ ശക്തനും കണ്ണിങ്ങുമാണ്. ശക്തനല്ല, അവൻ ബുദ്ധിമാനാണ്. നിന്നെ മണ്ടത്തരം ചെയ്യിക്കാനും മിടുക്കനാണ്. നിന്റെ ഉപ്പാപ്പനെ മണ്ടത്തരം ചെയ്യിച്ചത് ഏതൻ തോട്ടത്തിൽ ആപ്പിൾ കഴിപ്പിച്ചിട്ട് സകലതും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇത് നിങ്ങളെ ഇതേപോലെ കളിപ്പിച്ചോണ്ടിരിക്കരുത്. ദിവസവും വചനം കേൾക്കുകയും ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അത് പലതും പോവുകയാണ്. യു ജസ്റ്റ് ഗോ ഫോർ ഒരു ഫസ്റ്റ് ഷോയ്ക്ക് കാണാൻ വരുന്ന പോലെ പലരും പ്രെയർ ഗ്രൂപ്പിന് വരുന്നത്. Don't use that, don't do that, add that lifestyle. Change it. Bring the word and a notebook. Write it down. Go and ponder upon the word. Meditate ചെയ്യുക. ഹൃദയത്തിൽ കൊണ്ട് നിക്ഷേപിക്കണം. അത് ഫ്രൂട്ട് ഉണ്ടാക്കിക്കണം. അങ്ങനെ മാത്രമേ നീ രക്ഷപ്പെടുകയുള്ളൂ. ഇതിനകത്ത് മുഴുവനും നിനക്ക് നിന്റെ മക്കൾക്കും 1000 തലമുറ വരെയുള്ള അനുഗ്രഹങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സ്വന്തമാക്കണം.
കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് വന്നുപോയ വീഴ്ചകളെ ഓർത്ത്, ജ്ഞാനവും പ്രബോധനവും തള്ളിക്കളഞ്ഞ നിമിഷങ്ങളെ ഓർത്ത്, വചനത്തിൽ ശ്രമിക്കാത്ത ദിവസങ്ങളെ ഓർത്ത്, എല്ലാത്തിലും സമൃദ്ധി ഉണ്ടായപ്പോൾ ദൈവത്തിന് ശുശ്രൂഷിക്കാൻ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക. സാരമില്ല, പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ദൈവരാജ്യം നിന്റെ അടുത്തുണ്ട്. കർത്താവ് നിനക്ക് വീണ്ടും അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ്. മറന്നു പോകണ്ട. സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൈവം നിന്നെ വിമോചിപ്പിക്കും തന്റെ വചനത്താൽ. So remain in the word, make home with the word of God and receive the blessings of God, and the word will give a testimony. ആ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ നീ അതിൽ നിലനിൽക്കുമെങ്കിൽ അതിന് ഇത് സംഭവിച്ചിരിക്കും. ഏത് കാര്യം അത് പറഞ്ഞ് നീ വിശ്വസിച്ചോ അതിന് ഇത് സംഭവിച്ചിരിക്കും. കാരണം there is life in the word. കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ ആരാധന. ഹല്ലേലൂയ. Thank you, Lord. We praise you, Jesus. Hallelujah.